കേട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊന്ന് വന്നിരിക്കുന്നത് സ്കൂൾ ബാഗ് ടൂർ. നമ്മുടെ സ്കൂൾ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയാണ്. ഫസ്റ്റ് അഭിരാമിയുടെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂൾ ബാഗ് ടൂർ തുടങ്ങുകയാണ്. ഫസ്റ്റ് അഭിരാമിയുടെ ബാഗ് തന്നെ ഓപ്പൺ ചെയ്യാം. ഇതിനെന്താ പറയുക, ഇതെന്തോ ഈ വലുതും ചെറുതുമൊക്കെ ആക്കുന്ന ലെൻസാണ്. ഇതിൻ്റെ പേര് എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതെന്തിനാണ് അവളുടെ ബാഗിലിരിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഇവരുടെ വോയിസ് കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ഇവരുടെ ഇതിനകത്തുള്ള ഓൺ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ, ഈ വോയിസ് അങ്ങോട്ട് കയറിപ്പോവുക. ഇവർ പറയുന്നത് ഇവരുടെ ലിപ്പുമായിട്ട് അത് കറക്റ്റ് ആവുന്നില്ല. അതെന്താ അങ്ങനെ, ചില വീഡിയോയിൽ എനിക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് പിന്നെ വോയിസ് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിനകത്ത് തന്നെ സെല്ലോ ടേപ്പ് ഇരിപ്പുണ്ട്. അതും എന്തിനാന്ന് അഭിരാമിയോട് ചോദിച്ചപ്പോൾ അഭിരാമിക്ക് അറിയത്തില്ല. പിന്നെ അഭിരാമിയുടെ ID കാർഡ് കാണിക്കുന്നുണ്ട്. ആ ID കാർഡ് പൊന്നും എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ കലാവിരുദ്ധകളൊക്കെ അഭിരാമി കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നിന്ന് കുറേ എടുത്ത് എന്താണ്, പേന, ഈ കീ ചെയിന് തൂക്കിയിടുന്ന സംഭവം ഉണ്ടല്ലോ അത്, പിന്നെ കുറേ പേപ്പറുകൾ, ടവല്, എന്തൊക്കെയോ മിഠായിക്കടലാസ്, അങ്ങനെയുള്ള കുറേ എന്തിനു വേണ്ടി ഇതൊക്കെ ഇതിനകത്ത് നിന്ന് അറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. പൊന്നും ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്താ ഇവള് ഇതിനകത്ത് നിന്നൊക്കെ എടുക്കുന്നതെന്നുള്ളത്. പിന്നെ അതിനകത്ത് മിഠായി ഉണ്ട് കേട്ടോ. അത് അവളൊരു പാക്കറ്റ് മേടിച്ച് വെച്ചേക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ബോക്സ്, ഇതിനകത്ത് ഗമ്മും പിന്നെ അവളുടെ സ്കെച്ചൊക്കെ ഇടുന്ന ഇതുപോലത്തെ ഒരു ബോക്സ് ഇവരുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊന്നൂന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്ന. പൊന്നു പക്ഷേ അത് സ്കൂളിൽ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെക്കുകയാണ്. പിന്നെ അതിനകത്ത് നിന്ന് എടുത്തത് കുട എടുത്തു, റെയിൻ കോട്ട് എടുത്തു. ഈ റെയിൻ കോട്ടും കുടയൊക്കെ ഉണ്ടല്ലോ, മഴ വന്നാലും ആശാത്തി എടുക്കത്തില്ല. എന്നോട് പറയാം നനയ്ക്കാൻ മടി, രണ്ടും ബാഗിനകത്ത് ചുമ്മാ വെച്ചേക്കും, അതെടുത്ത് ഉപയോഗിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഇതിനകത്ത് കയറിപ്പോവും. പിന്നെയും കുറേ പലതരത്തിലുള്ള പേനകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് കാണിച്ചില്ല ഒരു പശ പോലൊരു സാധനം, അത് അവളെന്തോ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. എന്തോന്നറിയില്ല. പൊന്നു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര മണമാണ്. പൊന്നു പറയുന്നുണ്ടെങ്കിൽ അതെടുത്ത് ബാഗിനകത്ത് നിന്ന് മാറ്റുന്നൊക്കെ പറഞ്ഞിട്ട് കളിയായിക്കൊണ്ടിരിക്കുക. കാരണം അവളത് തൊട്ട് നോക്കിയപ്പോൾ അപ്പോഴും അവൾക്ക് ആ മണം സഹിക്കാൻ വയ്യ. അതാണ് അവളെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇനി നീ ബാഗിനകത്ത് വെക്കണ്ട, അതെടുത്ത് കളഞ്ഞേരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതെൻ്റെ ബോക്സിനകത്തും കുറേ പേനയും പെൻസിലും തന്നെയാണ് ഉള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇവരൊട്ടും പ്ലാനിങ് അല്ലായിരുന്നു. ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ സാധനം ചെയ്യുന്ന കാര്യം. ഇവർ ട്യൂഷന് പോയി തിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു സ്കൂൾ ബാഗ് ടൂർ ചെയ്യാം, അപ്പോഴല്ലേ അത് റിയലായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അഭിരാമിയുടെ ബാഗിൽ അതുപോലെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. എന്തിനു വേണ്ടിയെന്ന് അഭിരാമിക്കറിയില്ല. നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റും, അതുകൊണ്ടാണിത് പറയാണ്ട്. അപ്പം ലൈവായിട്ട് മൊത്തം കാണാമല്ലോ. പിന്നെ ബോക്സ് ഉണ്ട്, അതുകൂടാണ്ട് കുറേ നമ്മൾ പഠിക്കാനുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. പിന്നെയും തപ്പി നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ. പിന്നെ അതുകൊണ്ട് ഒരു കാറൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തിനാടിയെന്ന് ചോദിച്ചാൽ പറയാം എനിക്കറിയത്തില്ല, ഇത് എപ്പോഴാണ് അവളുടെ ബാഗിൽ വന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ലെന്നാണ് പറയണത്. ഒരു കാറും കുട്ടിക്കാറും പിന്നെ കുറേ കടലാസും. പിന്നെ ഈ കാണിക്കുന്ന എന്നാ അറിയോ, ഈന്തപ്പഴത്തിൻ്റെ കുരു വരെ അഭിരാമി ആ ബാഗിനകത്ത് ഇട്ടേക്കുക. പൊന്നു കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ എന്തിനാണ് അതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. അവളെപ്പോഴോ അത് കഴിച്ചിട്ട് മറന്നുപോയി അതിനകത്ത് ഇട്ടതാണ്. അത് എടുത്ത് കളയാൻ പോലും ആശാത്തി മറന്നു. ഈ വീഡിയോ കഴിയുന്നവരെ പൊന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഈന്തപ്പഴത്തിൻ്റെ കുരു അതുപോലെ നീ വെറുതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പൊന്നു ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ടെക്സ്റ്റും കൂടെ ഉണ്ട്. ഇതോടുകൂടെ അഭിരാമിയുടേത് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കി, ഇത് മൊത്തം അഭിരാമിയുടെ ബാഗിനകത്ത് നിന്ന് കിട്ടിയതാണ്. ഇതിനകത്ത് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഇനി പൊന്നുവിൻ്റെയാണ്. മോളെ ഞാൻ പൊന്നു എന്നാട്ടോ വിളിക്കുന്നത്, നിരഞ്ജന എന്നാണ് അവളുടെ പേര്. പൊന്നു എന്നാണ് വിളിക്കുക. അവളുടെ ബാഗാണ് ഇനി തുറക്കാൻ പോകുന്നത്. അവളുടെ പിന്നെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അവൾ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ അറിയില്ല എന്ന്. പിന്നെ അവളുടെ ഫസ്റ്റ് തന്നെ പേന, പിന്നെ ഈ ഒരു പൗച്ച്, അതാണ് അവൾ താക്കോലൊക്കെ കൊണ്ടുപോകുന്നത്. വീടിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അപ്പോൾ ആ താക്കോൽ ഇട്ട് വയ്ക്കുന്ന പൗച്ച് അത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് താക്കോൽ കൊണ്ടുപോയി കളയും, അതിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടിരിക്കുന്ന. പിന്നെ ഇതിനകത്ത് പേനയും കുറേ പേപ്പറും ഒക്കെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇവളുടെ ബാഗിൽ പിന്നെ അത്രയും സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് ബാഗ് പൊന്നുവിൻ്റെ. ഇടയ്ക്കിടയ്ക്ക് അവളുടെ ബാഗ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ബാഗിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ ചാൻസ് കുറവ്, ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ എന്നറിയാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കാണിച്ചു. പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവൾ.
പ്രത്യേകിച്ചൊന്നും അവളുടെ ബാഗിനകത്ത് നിന്ന് എനിക്കും പ്രതീക്ഷയില്ല, അവൾക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കുട എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു ബാഗിനകത്ത്. ഇത് പൗച്ചാണ്, ബോക്സ്. ഈ സാധനമൊക്കെ വാങ്ങിച്ച സമയത്തുള്ള പിന്നെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാണുന്ന ഈ ബോക്സൊക്കെ അടിപൊളിയായിട്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെയൊക്കെ കോലം കണ്ടോ, ഇതിൻ്റെയൊക്കെ കളർ ഇരിക്കുന്നുണ്ട്. അവൾ തന്നെ സെലക്ട് ചെയ്ത കളറാണ് ഇത്. മൊത്തം അഴുക്കായി. അവൾ തന്നെ അവൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, അവളുടെ വോയിസിൽ പറയുന്നുണ്ട്, നിങ്ങൾ അൺബോക്സ് ചെയ്തപ്പം ഈ ബോക്സ് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇതിൻ്റെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സിബാണെങ്കിൽ തുറക്കാൻ നോക്കിയാൽ തുറക്കത്തില്ല, ആവശ്യത്തിന് തുറക്കാൻ നോക്കിയാൽ തുറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് ബോക്സ്. പിന്നെ ബുക്കൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. ഇപ്പോൾ ട്യൂഷന് കൊണ്ടുപോയ ബുക്ക് മാത്രമേ അതിനകത്ത് ഇരിപ്പുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആകുമ്പോഴാണ് ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട അതിനകത്ത് എന്താണ് നിങ്ങൾ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും ഉള്ളതുകൊണ്ട് പക്ഷേ മാസ്ക് എപ്പോഴും കൊണ്ടുപോകും. 1-2 മാസ്ക് കാണും. പിന്നെ അവളുടെ കൂട്ടുകാരികളുടെ പേര് വെച്ചിട്ട് ഏതാണ്ട് എഴുതിയൊരു ലെറ്ററൊക്കെ വായിക്കുക അഭിരാമി. ഞാൻ പറഞ്ഞില്ലേ, പൊന്നൂസിൻ്റെ ബാഗിനകത്ത് നിന്ന് അങ്ങനെ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നേക്കുവാ ഇവള്. എന്താണെന്ന് വെച്ചാൽ, എന്താണെങ്കിലും ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് നോക്കിയില്ലേ, അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് അമ്മയുടെയും കൂടെ ബാഗ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അവരൊട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ബാഗ് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, പക്ഷെ പറഞ്ഞു എന്താണില്ല എടുത്തില്ല അമ്മ, ഇതും കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കിട്ടും കൂടെ ഒരു പണി തന്നു. എന്നിട്ട് എൻ്റെ ബാഗും കൂടെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, അത് ഫസ്റ്റ് തന്നെ ഒരു ഹെഡ്സെറ്റാണ്. അത് തുറന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് എന്തൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇതിനകത്ത് കുറേ ബുക്കും കാര്യങ്ങളൊക്കെ കാണും. ഞാനിങ്ങനെ ഓരോന്ന് എഴുതുന്നതൊക്കെ ഉണ്ട്. പേന വന്നു, ഫസ്റ്റ് തന്നെ പേന. ഇത് എൻ്റെ ചെറിയൊരു ഡയറിയാണ്. ഇതിനകത്താണ് ഞാൻ മാസത്തിലെ കണക്കുകളൊക്കെ എഴുതുന്നത്. ഒരു മാസം നമ്മൾ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഒക്കെ ആയിട്ടുള്ള കണക്കുകളൊക്കെ അതിനകത്ത് എഴുതിയിട്ട് അത് ചെയ്യുന്നത് ഞാൻ വെട്ടിക്കളയും. എന്നിട്ട് ഓരോ മാസത്തെയും മൊത്തം കഴിയുമ്പോൾ ഞാനത് മറ്റേ ഇൻറ്റു മാർക്ക് പോലെ ഇങ്ങനെ തെറ്റിട്ട് വയ്ക്കും. അങ്ങനെ ഓരോ തവണയും ചെയ്യും. പിന്നെ കുറേ പേപ്പറുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇത് ഈ ഫോണിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ബഡ്സാണ്. അത് പോയി കഴിയുമ്പോൾ പുതിയത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അവരടുത്ത എങ്ങാണ്ട് തുറക്കുവാണ്. അതിനകത്തുനിന്ന് കുട കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുടയുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പേഴ്സാണ്. അതുപോലെ തന്നെ പേഴ്സിൻ്റെ കാര്യത്തിൽ മുറ്റു കോമഡിയാണ്. ഈ പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് കൊണ്ടുപോകുന്ന പേഴ്സാണ്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസയും പിന്നെ കുറേ പേപ്പറുകളും ഹോസ്പിറ്റൽ കാർഡ് അങ്ങനെയൊക്കെ വെക്കുന്നതാണ് ആ പേഴ്സ്. ഈ പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെഡിസിനൊക്കെ, തലവേദനയ്ക്കുള്ള മരുന്ന്, പിന്നെ ചില ഓയിൽമെൻറ്റ്, പെയിൻ കില്ലർ അങ്ങനെയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടാകും. ഇത് ഒരു മേക്കപ്പ് പൗച്ചാണ്. ഇതിനകത്ത് ക്ലിപ്പും ചീപ്പും അത്യാവശ്യം വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വയ്ക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കാണും. ഒത്തിരി ഒന്നും കാണില്ല, എന്നാലും അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്ത് കാണും. അതൊക്കെ അവരിങ്ങനെ പൊക്കിയെടുത്ത് കാണിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കത്തിയുണ്ട് അതിനകത്ത്, ഒരു കുഞ്ഞു കത്തി. അത് പണ്ട് എപ്പോഴോ എൻ്റെ കയ്യിൽ വന്നതാണ്. അത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതൊരു പേഴ്സ്. ആ കത്തി ഇവരെന്നോട് ചോദിച്ചാൽ എന്തിനാണ്, ഞാൻ പറഞ്ഞ എൻ്റെ സ്വയരക്ഷയ്ക്കാണ്. അതിനെന്നെ കുറേ കളിയാക്കി. ആ പേഴ്സിനകത്താണ് ഞാൻ ചിട്ടി ക്യാഷ് ഇടുന്നത്. ഞാൻ 2-3 ചിട്ടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം പൈസ കിട്ടുമ്പോൾ ആ പൈസയൊക്കെ വെക്കാൻ വേണ്ടി ഞാനൊരു ചിട്ടി പൈസ ഇടാൻ വേണ്ടി ഒരു പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ണട എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. വീഡിയോ എഡിറ്റിങ്ങിനും പിന്നെ ഈ ഫോൺ ഒത്തിരി കാണത്തില്ല, ജസ്റ്റ് ഒന്ന് കാണുന്നതിനൊന്നും ഞാൻ കണ്ണട വയ്ക്കില്ല. അല്ലാണ്ട് നമ്മൾ ഒത്തിരി നേരം ഇരുന്നിട്ട് ഫോണൊക്കെ കാണുമ്പോഴും പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഞാൻ കണ്ണട വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു നോട്ടാണ്. ആദ്യം കാണിച്ച ബുക്കിനകത്ത് ഞാൻ ചിട്ടിയിലെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത്, പൈസ ആയിരുന്നൊക്കെ എഴുതി വയ്ക്കുന്നു. പിന്നെ ഈ ബുക്കിനകത്ത് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. കണ്ടൻ്റൊക്കെ മനസ്സിലോട്ട് ഓർമ്മ വരുമ്പോൾ എഴുതി വയ്ക്കും. പിന്നെ യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ, നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണമെങ്കിലൊക്കെ ഞാൻ ഇതിനകത്തോട്ട് എഴുതി വയ്ക്കും. എന്നിട്ട് പിന്നീട് സമയം കിട്ടുന്നതിനനുസരിച്ച് അത് ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യും. പിന്നെ എന്തൊക്കെ എന്താ പറയുക, തംബ്നെയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ ഒക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വരുമ്പോഴേക്കും അതെല്ലാം ഞാൻ കുത്തിക്കുറിച്ച് വയ്ക്കുന്നത് ഈ ബുക്കിലാണ്.
പിന്നെ അതിനകത്തിന് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതൊരു കവറാണ്, അതെന്താ ചുമ്മാ ഒരു കവറ്, വേറെ ഇനിയൊന്നും അതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ കാണിച്ചതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയുണ്ടല്ലോ ചോറും വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെയും ഇതിനകത്ത് വെയിറ്റ് കൂടും. അവർ ഈ ബാഗ് എടുത്തപ്പോഴേ പറയുന്നുണ്ട് ഭയങ്കര വെയിറ്റ് ആണെന്ന്. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. ഇനി ചോറും വെള്ളവും കൂടെ വരുമ്പോഴേക്കും വെയിറ്റ് പിന്നെയും കൂടും. അപ്പം ഈ ബാഗിനകത്ത് നിന്ന് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഇത് പ്രതീക്ഷിക്കാതെ എടുത്തൊരു എന്താ പറയുക, എൻ്റെ ബാഗ് പ്രതീക്ഷിക്കാതെയാണ് ഇവർ പറഞ്ഞത് ഇത് കാണിക്കാൻ. അവരുടെ കാണിച്ചില്ല, അതായത് പകരത്തിന് പകരം വീട്ടുക എന്ന് പറയില്ല, അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ അവർക്ക് പണി കൊടുത്തപ്പോൾ അവരെനിക്ക് പണി കൊടുത്തു, അത്രേ ഉള്ളൂ ഗൈസ്. അമ്മയുടെ അഭിരാമിയുടെ ബാഗിനകത്ത് എൻ്റെ കണ്ണ് കണ്ടുപോയി, പ്രത്യേകിച്ച് അഭിരാമിയുടെ ബാഗാണ് ഈന്തപ്പഴത്തിൻ്റെ കുരു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം.